ആയുസിന്റെ വേദം ആയുർവേദം. ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഓൾഡ് NKN ഹോസ്പിറ്റൽ, സൗത്ത് കുമ്പളങ്ങി. ഫോൺ 8606240012 9656240012. വേലിയേറ്റ പ്രശ്നം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കൊച്ചി MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊച്ചിയിലെ വേലിയേറ്റ വെള്ളക്കെട്ടിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി MLA KJ മാക്സിയുടെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കുമ്പളങ്ങി, ചെല്ലാനം, കണ്ടക്കടവ്, കണ്ണമാലി, പള്ളുരുത്തി, കളത്തറ, മുണ്ടമ്പേലി, മാനാശ്ശേരി എന്നിവിടങ്ങളിലാണ് വെള്ളക്കയറ്റം രൂക്ഷമായിരിക്കുന്നത്. കൊച്ചി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. നമുക്കറിയാം, ഇന്ന് പശ്ചിമ കൊച്ചി ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഓടിവെള്ളം വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ആ ഓടിവെള്ളത്തിനെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്ത നമ്മുടെ കൊച്ചി നിയോജക മണ്ഡലം MLA ശ്രീ KJ മാക്സിയും അതുപോലെ തന്നെ കേരള സർക്കാരും തികഞ്ഞ പരാജയമാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആദ്യമായി പറയുവാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 8 കൊല്ലമായി KJ മാക്സി MLA നമ്മുടെ നിയോജക മണ്ഡലം MLA ആയിട്ട് തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് ഈ 7 കൊല്ലം അദ്ദേഹം MLA ആയി കഴിഞ്ഞപ്പോൾ എന്താണ് കൊച്ചി നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് പട്ടിണി ഉദ്ഘാടനത്തിന് ശേഷം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് പ്രവർത്തകർ ചേർന്ന് മറിച്ചിട്ടു. ശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. പ്രതിഷേധം കനത്തതോടെ പോലീസ് എത്തി ലാത്തി വീശി. ലാത്തിയടിയിൽ കുമ്പളങ്ങി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സഗീറിന് തലയ്ക്ക് പരിക്കേറ്റു. ജോസഫ് മാർട്ടിൻ, TA റിഫാസ് എന്നിവർക്കും ലാത്തിയടിയേറ്റിട്ടുണ്ട്. പരിക്കേറ്റ സഗീറിനെ പോലീസ് ജീപ്പിൽ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് പ്രതിഷേധവുമായി തോപ്പുംപടി സ്റ്റേഷനിലേക്ക് നീങ്ങിയ പ്രവർത്തകരെ തോപ്പുംപടി പോലീസ് സ്റ്റേഷന് മുന്നിൽ തടഞ്ഞു. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. മാർച്ച് KPCC സെക്രട്ടറി MR അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ഇരുന്ന കാലഘട്ടത്തിൽ കൊച്ചിയുടെ മേയറായിരുന്ന ശ്രീ ടോണി ചെമ്മണിയുടെ നേതൃത്വത്തിൽ നടന്ന വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയായിരുന്നു സ്മാർട്ട് കൊച്ചി. അത് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചില പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലും കേരള സർക്കാരിന്റെ മുന്നിലുമൊക്കെ വെച്ച് സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയെടുത്ത് ആ പദ്ധതിയിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ ബലം മാത്രമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. PP ജേക്കബ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ മുൻ മേയർ ടോണി ചമ്മണി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ, കൗൺസിലർ ഷീല തദൌസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി, മെറ്റിൽഡ മൈക്കിൾ, ജോൺ പഴേരി, TM റിഫാസ്, MH ഹരീഷ്, അവറാച്ചൻ നെട്ടുങ്കൽ, ജോൺ അലോഷ്യസ്, ജോഷി ആന്റണി, ഷാജി കുറുപ്പശ്ശേരി, ദിലീപ് കുഞ്ഞുകുട്ടി, CX ചൂഡ്, EA ഫ്രാൻസിസ്, MP രത്തൻ, പ്രേം ജോസ്, നിഷിത് പ്രഭാത് എന്നിവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു MLA ഉണ്ട്. ആ MLA പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുൻകൈ എടുക്കണം. അത്തരത്തിൽ MLA മുൻകൈ എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് MLA ഓഫീസിന്റെ മുന്നിലേക്ക് നടത്തിയത് എന്ന് ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങൾക്കും ആ പ്രദേശങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിന്റെ ഭൂപ്രദേശങ്ങൾ വ്യത്യസ്തമാണ്. മലയോര പ്രദേശങ്ങളുണ്ട്, വനാന്തരങ്ങളുണ്ട്. നമുക്കറിയാം, വനാന്തര പ്രദേശങ്ങളിൽ വന്യജീവി ശല്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നാം കാണാറുണ്ട്. ഏതാനും ആഴ്ചകളായി കാണുകയാണല്ലോ, ആന ചവിട്ടി എത്രയോ ആളുകളാണ് മരിക്കുന്നത്. അതുപോലെ കേരളത്തിൽ തീരപ്രദേശങ്ങളുണ്ട്. തീരപ്രദേശങ്ങൾക്ക് തീരപ്രദേശത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് പ്രിയപ്പെട്ടത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരത്തിൽ. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.